ഹോസ്പിറ്റലിൽ ആയിരുന്നു പോയി. 2 ആഴ്ചയായിട്ട് 2 കണ്ണും പണി മുടക്കിയിട്ടുണ്ട്. കണ്ണ് തുറക്കാനും വയ്യ, അടക്കാനും വയ്യ. ഇന്ന് മാറും, നാളെ മാറും, ഇന്നലെ മാറും എന്നൊക്കെ വിചാരിച്ച് 2 ആഴ്ച കാത്തുനിന്ന് വെറുതെ എങ്ങാനും കണ്ണടിച്ചു പോയാലോ. എന്താ പറ്റിയത്? കണ്ണിച്ചോരല്ല ഉണ്ടായിരിക്കും. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ 2 കണ്ണ് ചൊറിനേനുണ്ട്. ഇപ്പൊ ഇത്രയൊക്കെ ചിന്തിച്ച് കൂട്ടാൻ അതിന്റെ ഒന്നും അങ്ങനെ നമ്മള് ഡോക്ടർ വിളിച്ചിട്ടുണ്ട്. ഇനി പാടുന്ന എന്താ കഥ നോക്കാം. എന്ത് കഥ? കാറ്റും കൊള്ളണ്ട, വെയിലും കൊള്ളണ്ട, പൊടിയും കൊള്ളണ്ട. ഇനി ഇപ്പൊ കണ്ണും എടുക്കേണ്ടി വരും. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ കണ്ണ്, ബോംബ്, ഒലക്കര മൂട്. അവനെ നോക്കിയിട്ട് കാര്യമില്ല. എന്താ അസുഖം വന്നാലും ഇങ്ങനെയൊക്കെ ചിന്തിക്കാഞ്ഞാൽ എന്താ രസമുള്ളത്? ഞാൻ നോക്കിയിട്ട് അലർജിക്ക് 2 തുള്ളി മരുന്നുണ്ട് ധാരാളം. അല്ല ഇനിയിപ്പോ തുറ്റിച്ചേർന്ന് നോമ്പ് പറഞ്ഞാലോ നമുക്ക് കണ്ണോട് വെച്ചാൽ നല്ല വർക്കൊന്നും എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടുള്ളൂ. നല്ല മഴ വരുന്നുണ്ട്. ഇപ്പം പോയാൽ വേഗം വിട്ടില്ല. നമ്മൾ ചെക്കനെ നോമ്പ് തുറയാണോ അല്ലേ? എന്തായാലും ഒരു വേക്ക് പോകല്ലോ. ഇനിയിപ്പോ ഫ്രൂട്ട്സ് വാങ്ങാണ്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതൊക്കെ വാങ്ങിയിട്ടാണ് എന്തായാലും വീട്ടിൽ പോയിട്ടുള്ളത്. അവിടുന്ന് അതെ ഇവിടുന്ന് അതെ ഒരേ മയക്കാറ് പെയ്യാനുള്ളതല്ലേ. അടുക്കള കയറിയപ്പോഴാണ് പോരാളി പൊരിഞ്ഞ പോരാട്ടത്തില്ല. മരുവണ്ണ സൽക്കരിക്കുന്ന തിരക്കാണ്. പാവം തോന്നിട്ടുണ്ട്. ഞാനും കുറച്ച് സഹായിക്കാന്ന് ഓർത്ത് ഫ്രൂട്ട്സും കട്ട് ചെയ്ത് ജ്യൂസ് മേടിച്ചല്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ? എനിക്ക് എത്ര വലിയ പണം എടുക്കാനെന്നാ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞത് ഉമ്മച്ചി കേൾക്കണ കേട്ടാ എന്താ പറയാന്ന് ഞാൻ പറഞ്ഞു. അല്ലേ ഇവിടുത്തെ എല്ലാ പണിയെടുത്ത് മല മറിക്കുന്ന ഒരാൾ എനിക്ക് എന്റെ ഉമ്മച്ചി എടുക്ക് പറഞ്ഞാലും ഉമ്മച്ചി അതൊന്നും കാര്യമായിട്ട് പറയുന്നില്ല. പിന്നെ ആരെ കുടുക്കൊണ്ടോ വെച്ചൊന്നും നമുക്കറിയില്ല. എന്തായാലും സമയപോലത്തിന് എല്ലാവരും നോമ്പ് തുറന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണല്ലോ, നോമ്പ് തുറക്കണേ മുന്നേ നമുക്ക് പലതും തിന്നണം എന്നൊക്കെ തോന്നും. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ മതിയായി. അങ്ങനെ മരുവിന്റെ സൽക്കാരം കഴിഞ്ഞ് പറ്റുന്നിടത്തോളം പാക്കും ചെയ്തിട്ടാണ് നേരെ വിട്ടെന്ന് പോകുന്നത്. ഇങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. ബൈ.